എന്റെ പേര് പറഞ്ഞിവിടെ റിതു. നോർത്ത് പറവൂരാണ്, വീടാണ് നോർത്ത് പറവൂര്. ഞാൻ താമസിക്കുന്നത് അങ്കമാലിയിലാണ്. എന്റെ ജീവിതത്തില് വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐപൾസ് എന്ന് പറയുന്നത്. കാരണം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 9 വർഷമായി. എനിക്ക് 7 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോ നമുക്കറിയാം, കുട്ടികളില്ലാത്ത ആളുകളുടെ വിഷമം അറിയാല്ലേ. 1 വർഷം കഴിയുമ്പോഴേക്കും ആളുകൾ ചോദിക്കാൻ തുടങ്ങി, വിശേഷമൊന്നും ആയില്ലേ, എന്താ കുട്ടികളില്ലാത്തത്, എന്താണ് കാരണം, ആർക്കാണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ എന്താണ് അതിന്റെ എണ്ണം കൂടി. അതേപോലെ തന്നെ ഒരുപാട് അഡ്വൈസും തരാൻ തുടങ്ങി. ഒരുപാട് ഹോസ്പിറ്റലുകൾ, അതേപോലെ ഡോക്ടേഴ്സ്, എന്തിന് പള്ളികളും അമ്പലങ്ങളും വരെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് എന്നെ മടുത്തു. ലാസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. എന്താണ് കാരണം എന്ന് അറിയണമല്ലോ, എന്താണ് കുട്ടികളില്ലാത്തത്. അപ്പോ എനിക്ക് പീരീഡ്സിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹസ്ബൻഡിന് കൗണ്ടിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായി. പിന്നെ എന്റെ ഗർഭപാത്രത്തിൽ ഒരു പാട പോലെ കാണുന്നുണ്ട്. ഇതായിരുന്നു വിഷയം. അപ്പൊ ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഒരു 10 മാസം നിങ്ങള് ഹോസ്പിറ്റലിൽ നിന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. അങ്ങനെ എടുത്തു കഴിയുമ്പോ എന്തായാലും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം ഒരു ദിവസം ടെസ്റ്റിന് പോയപ്പോ തന്നെ അവിടെ മൊത്തം 18,000 രൂപ വരെ എന്താണ് അവിടെ റേറ്റ് വന്നു. അത് ടെസ്റ്റിന് മാത്രമേ, ഡോക്ടറിന്റെ ഫീസും എല്ലാം കൂടിയിട്ട്. അപ്പൊ 10 മാസം ആ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണ്, അത് എന്തായാലും സാധിക്കില്ല. അത്രയും എമൗണ്ട് നമുക്ക് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. പിന്നീട് ഞാൻ തീരുമാനിച്ചു, ഗുളിക കഴിച്ചുകൊണ്ട് ഒരു കുട്ടി വേണ്ട. കാരണം നമുക്കറിയാം, ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. കാരണം എനിക്ക് കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഉള്ളതുണ്ട്, ഇങ്ങനെ കുട്ടികളില്ലാണ്ട് മരുന്ന് കഴിച്ചിട്ട് കുട്ടികളുണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ അവർക്ക് സൈഡ് എഫക്റ്റുകൾ ഇഷ്ടം പോലെ ഉള്ളതെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഗുളിക കഴിച്ചിട്ട് കുട്ടി വേണ്ട, ആകുമ്പോ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഷീന മാഡം ഐപൾസിനെ കുറിച്ചിട്ട് പറയുന്നത് എന്നോട്. ഞാൻ എന്ത് ചെയ്തു, അത് യൂസ് ചെയ്തു. ഞാൻ ഹസ്ബൻഡും കൂടി യൂസ് ചെയ്തത്. 16 ബോട്ടിലോളം ഞങ്ങൾ കഴിച്ചു. 16ാമത്തെ ബോട്ടിലിൽ ആ ഗുഡ് ന്യൂസ് എത്തി, ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അപ്പൊ ആ സന്തോഷമാണ് നിൽക്കുന്നത്. ആള് എന്റെ കൺമുമ്പില് റിസൾട്ടിലാണ്. എന്റെ മോളാണ് ഋഷിക. ഇപ്പൊ 2 വയസ്സാകാൻ പോകുന്നു. ഞാൻ പറയുന്നത്, ഒരു കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്, ഒരു കപ്പിൾസിന്റെ ആഗ്രഹമാണ്. അപ്പൊ അതേപോലെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനും ആ വിഷമം അനുഭവിച്ചതാണ്. അപ്പോ കുട്ടികളില്ലാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഐപൾസ് സജസ്റ്റ് ചെയ്യാം. അവരോട് പറയാം, നിങ്ങൾക്കും ഒരു കുടുംബം ഉണ്ടാവും. തീർച്ചയായിട്ടും ആളുകളിലേക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് എത്തിക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്ന ഇൻഡസ് വയ്ക്കും. അതേപോലെ ഈ പ്രൊഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തിയ എന്റെ ഷീന മാഡത്തിനും അതേപോലെ ഐപൾസിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.